മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഴി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ പറയുന്ന ഒരു രംഗമുണ്ട്. ഞാനൊരിക്കൽ എൻ്റെ ഉസ്താദിന്റെ ഹളറത്തിൽ അവിടുത്തെ വിശാലമായ ദർസ് നടത്തുന്ന ക്ലാസ് നടത്തുന്ന വിശാലമായ സദസ്സിൽ ഒരിക്കൽ ഹാജരായി. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ 100-ലേറെ വരുന്ന ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ആ മഹാൻ തന്നെ പറയുന്നു, മിൻഹുമുൽ ഉമറാഉ വൽ ഉലമാഉ വശുയൂഖ്. ആ കാലഘട്ടത്തിലെ ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്, ആത്മീയ നേതാക്കളുണ്ട്. അവരെല്ലാവരും കൂടെ തടിച്ചുകൂടിയ സദസ്സാണ്. ആ സദസ്സിൽ മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഴി റളിയല്ലാഹു അൻഹു ഒരു ചെയറിലിരിക്കുകയാണ്. ബാക്കിയുള്ളവർ മുഴുവനും അദ്ദേഹത്തിൽ നിന്ന് ദീനിന്റെ വിഷയങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇടക്ക് വെച്ച് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു സദസ്യരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ചോദിച്ച് പഠിക്കണമല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ വിവരം, ചോദിച്ചു പഠിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ആ സദസ്സിൽ നിന്ന് ആലിമീങ്ങളും വലിയ വലിയ മശായിഖമാരും അടങ്ങിയ സദസ്സിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങളും ഈ സംഭവം ഉദ്ധരിക്കുന്ന ശിഷ്യൻ പറയുന്നത് കാണാം. ചില ആളുകൾ ചോദിക്കുന്നത് ഖുർആനിൽ നിന്നാണ്, ചില ആളുകൾ ഖുർആനിന്റെ തഫ്സീറിൽ നിന്നാണ്, ചില ആളുകൾ ചോദിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാക്കിൽ നിന്ന് പുറത്തു വന്ന പരിശുദ്ധമായ ഹദീസുകളെ പറ്റിയാണ്. അതുപോലെ ഫിഖ്ഹിനെ പറ്റി ചോദിക്കുന്നുണ്ട്, പണ്ഡിത ലോകത്തെ പല അഭിപ്രായങ്ങളെ പറ്റിയും ചോദിക്കുന്നുണ്ട്. ഈ നിലക്ക് ഒരുപാട് ചോദ്യങ്ങൾ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്ന് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ നേർക്കിങ്ങനെ ഓരോരുത്തർ ചോദിക്കുകയാണ്. അത്രയും വലിയ ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്ന സമയം, അത്രയും നിലക്കുള്ള ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കണമെങ്കിൽ ഒരു ചില്ലറ വിവരം പോരാ, കുറഞ്ഞ ഇൽമു പോരാ. എല്ലാ മേഖലകളും അധിക സദസ്സുകളും പലപ്പോഴും നമ്മളൊക്കെ കാണുക എന്താ, അവിടെ അവതരിപ്പിക്കപ്പെട്ട ഒരു വിഷയം ഉണ്ടാവും, ആ വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യം ചോദിക്കുക എന്നായിരിക്കും. നേരെ മറിച്ചോ ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യർക്ക് മുമ്പിൽ, തൻ്റെ സദസ്യർക്ക് മുമ്പിൽ ഇരിക്കുന്ന ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനോട് ഈ പറയപ്പെട്ട പല വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ശിഷ്യൻ പറയാൻ, ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി, ഒരു സംശയവും ബാക്കി വെക്കാത്ത വിധം ഖുർആനിൽ നിന്ന് പറയുന്നുണ്ട്, ഹദീസിൽ നിന്ന് പറയുന്നുണ്ട്, കർമ്മശാസ്ത്രത്തിൽ നിന്ന് പറയുന്നുണ്ട്. ആ നിലക്ക് തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഓരോരുത്തരിനും മറുപടി പറയുന്നു ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. കുറേ സമയം ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു വന്നപ്പോ ആ സദസ്സിൽ നിന്ന് ശിഷ്യനായ ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്നു. എനിക്കത് വല്ലാത്തൊരു പ്രയാസമായി പോയി. കാരണം എൻ്റെ ഉസ്താദിനെ പല നിലക്കുള്ള ചോദ്യങ്ങൾ ചോദിച്ച് സദസ്യരിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടപ്പോ ഫഖുംതു, ആ സദസ്സിൽ നിന്ന് ഞാൻ ചോദിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് സദസ്യരോട് ചോദിച്ചു, അമാ കഫാകും ഹാദാ, ഇത്രയൊക്കെ പോരെ, ഇനിയും ചോദിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിക്കണോ, ഇത്രയൊക്കെ പോരെ ചോദിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രയാസം എൻ്റെ സദസ്യരോട് പങ്കുവച്ചപ്പോൾ ഉടനെ തന്നെ ഉസ്താദായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, ദഅഹും അബാ സക്കരിയ, ആ സദസ്യരെ അവരെ പാട്ടിന് വിട്ടേക്കൂ, ഫല്യസ്അലൂനി, അവരെന്നോട് ചോദിച്ചോട്ടെ, ഇഷ്ടമുള്ളവരെന്നോട് ചോദിച്ചോട്ടെ, കാരണം ഖബല അൻ യഫ്ഖിദൂനി, കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നെ കിട്ടിയില്ലെന്ന് വരാം. എന്ന് പറഞ്ഞാൽ ഞാനുള്ള കാലത്തല്ലേ അവർക്ക് ചോദിക്കാൻ കഴിയൂ, എന്നെ അനുഭവിക്കുമ്പോഴല്ലേ അവർക്ക് ചോദിക്കാൻ കഴിയൂ. ഞാൻ ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞാൽ എന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അവസരം മുടങ്ങിപ്പോകൂലേ. അതുകൊണ്ട് അവരിഷ്ടമുള്ളത് ചോദിക്കോട്ടെ. കാരണം ദുനിയാവ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ആ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദുനിയാവിന്റെ ഫലമായി ഒരു ദിവസം ഞാനും നാട് നീങ്ങും, ഞാനും ഇല്ലാതെയായി പോകും. അതുകൊണ്ട് എൻ്റെ വഫാത്ത് സംഭവിക്കുന്നതിന് മുമ്പ് ഈ സദസ്യർക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കട്ടെ, അവർ പഠിക്കാനുള്ളതൊക്കെ പഠിക്കട്ടെ. ഈ വാക്ക്
ഉസ്താദിൽ നിന്ന് അങ്ങ് കേട്ടപ്പോ ഒന്ന് പറഞ്ഞ ഷെയ്ഖ് റിഫായി തങ്ങൾ അവിടുത്തെ വഫാത്തിലേക്കുള്ള ഒരു സൂചന കൊടുത്തിട്ടുള്ള സംസാരം ഈ സദസ്യരുടെ മുമ്പിൽ അങ്ങ് നടത്തിയപ്പോ അത് കേട്ടിട്ട് ജനങ്ങളൊക്കെ വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞുപോയി. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് മഹാനുഭാവൻ നേടിയെടുത്ത വിജ്ഞാന മേഖലകളെ പരിചയപ്പെടുത്താനാണ്. അവരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. അത്രയും വിശാലമായ മേഖല ഇൽമിന്റെ വഴിയിൽ ഏറ്റെടുത്ത മഹാനാണ് ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു.